എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഫുട്ബോളിനോടും ഇവിടെയുള്ള കുട്ടികളോടും അവരുടെ സ്പോർട്സിനോടുള്ള താല്പര്യത്തോടുമാണ് നിങ്ങൾക്ക് വലിയ പ്രേമമെങ്കിൽ ആ പണം കൊണ്ട് ഇവിടെ നല്ല സ്റ്റേഡിയങ്ങളാണ് നിങ്ങൾ നിർമ്മിക്കേണ്ടത്. അപ്പൊ ഈ പണം മുടക്കുന്നതിന് പിന്നിൽ വാണിജ്യ താല്പര്യം മാത്രമാണ് ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും 120 കോടി രൂപ മുടക്കി അതിനേക്കാൾ കൂടുതൽ പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന് പിന്നിലുള്ള വാണിജ്യ താല്പര്യം. അതിനു വേണ്ടിയിട്ട് മെസ്സിയും ടീമും ഇവിടെ വന്നു കഴിഞ്ഞാൽ മറ്റ് സ്പോൺസർഷിപ്പ്, ബ്രോഡ്കാസ്റ്റ്, പരസ്യം, പിന്നെ മീഡിയ ഇന്റർവ്യൂ, ഫാൻ ഇന്ററാക്ഷൻസ്, ടിക്കറ്റ്, മറ്റ് ചാർജുകൾ, ഇതൊക്കെ കൊണ്ട് ഈ മുടക്കിയിരിക്കുന്ന പണത്തിനേക്കാൾ കൂടുതൽ ലാഭം അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന് പിന്നിലുള്ള ലക്ഷ്യം. അത് തന്നെയാണ് ഇതിന്റെ വാണിജ്യ താല്പര്യം. അതായത് സ്പോൺസർ ആരായാലും, അത് എക്സ് ആയാലും വൈ ആയാലും, അത് ആൻഡോ ആയാലും വീരപ്പനായാലും, മെസ്സിയെ ഇവിടെ കൊണ്ടുവരുന്ന സ്പോൺസർക്ക് കാശിട്ട് കാശ് വാരാൻ. അതാണ് ഇതിന്റെ ബിസിനസ് മോഡൽ. അപ്പൊ ആ വാരലിന്റെ എക്സ്ക്ലൂസീവ് റൈറ്റ്സ് മറ്റാർക്കും വേണ്ട, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് മതി എന്ന് സർക്കാർ തീരുമാനിക്കുന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട അഴിമതി. ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? പലരും ചോദിക്കുന്നുണ്ട്, സർക്കാരിന്റെ പൈസ പോയില്ലല്ലോ, ഇവിടുത്തെ നാട്ടുകാരുടെ പൈസ പോയില്ലല്ലോ. അങ്ങനെയല്ല. ഇവിടെ സ്വജനപക്ഷപാതം അഥവാ ഫേവററ്റിസം, ഒരാളിനോടുള്ള അമിത താല്പര്യം, അത് കാണിച്ച് കോമ്പറ്റേറ്റീവ് ബിഡിംഗ് ഒഴിവാക്കിയിട്ട് മറ്റുള്ള ആൾക്കാരെ പരിഗണിക്കുക പോലും ചെയ്യാതെ എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാണ്. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണം. ഇത് വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് കണ്ടുകൊണ്ട് അതിനുള്ള എക്സ്ക്ലൂസീവ് റൈറ്റ്സ് സർക്കാർ നേരിട്ട് ഒരാളിനെ ഏൽപ്പിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് കിക്ക് ബാക്സ് ഉണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ആരോപണവും ആക്ഷേപവും ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അടികളുടെ മുഖത്ത് ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, ഇവിടുത്തെ കരാറിന്റെ റൂൾസ് ഓഫ് ബിസിനസിന്റെ വയലേഷൻ ആണ് എന്നുള്ള ഒരു കാര്യം അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരല്ല, പച്ചവെള്ളം ചവച്ച് മാത്രം കുടിക്കുന്ന ആൾക്കാരായിരുന്നില്ല കഴിഞ്ഞ മന്ത്രിസഭയിൽ എന്നതിനെ കുറിച്ച് നമുക്കറിയാം. നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നടക്കുന്ന ചില അലവലാദികളുണ്ട്. കൊണ്ടുവരുമെന്നുള്ള തള്ളിനായിട്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പണം, സർക്കാർ സംവിധാനത്തിന്റെ വിശ്വാസ്യത, കേരളത്തിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായ, ഇത് മൂന്നിനെയും ഈ കഴിഞ്ഞ സർക്കാർ പണയം വെച്ചു എന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഞാൻ ഒരുപാട് തവണ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള ചുറ്റിക്കളിയൊന്നും ഉണ്ടാക്കരുതെന്ന്. ഇപ്പൊ എന്തായി? ഈ കാര്യത്തിൽ LDF അവർക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളിനെ കഴിഞ്ഞ സർക്കാർ സ്പോൺസർ ആക്കുന്നതിന് വേണ്ടി എന്തൊക്കെ പരിപാടി ചെയ്തു എന്ന് ആലോചിച്ച് നോക്കൂ. ഈ എക്സ്ക്ലൂസീവ് റൈറ്റ്സ് അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി. ഇതൊരു പ്രശ്നമാക്കണ്ടെന്ന് ഇത്തരം നിരുത്തരവാദപരമായ നടപടികളാണ് സർക്കാർ ഉൾപ്പെടാത്ത ഒരു കരാറിൽ എന്നാൽ സർക്കാരിനെ പ്രതിനിധീകരിച്ചുള്ള കറസ്പോണ്ടൻസ് നടത്തുന്നതിനുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം ഈ സ്പോൺസർക്ക് കൊടുക്കുന്നു. ഇതിന്റെ എല്ലാം കോപ്പി കിട്ടിയതിനു ശേഷവും സർക്കാരിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളും അവരാണ് അഭിപ്രായം പറയുന്നത് എന്ന് കണ്ടിട്ട് ഒരു തരത്തിലുള്ള ഇടപെടലോ തിരുത്തോ അവർ നടത്തുന്നു. ധനവകുപ്പിന്റെ അനുമതി ഒഴിവാക്കി, നിയമവകുപ്പിന്റെ ഉപദേശം ഒഴിവാക്കി, സർക്കാരിന്റെ സംവിധാനങ്ങളായിട്ടുള്ള ഇവിടുത്തെ റോഡും പോലീസിനെയും വരെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ച് സ്പോൺസർ തള്ളുമ്പോൾ ആ തള്ളിന് വേണ്ടിയിട്ടുള്ള അവകാശം പോലും സ്പോൺസർക്ക് കൊടുത്തിട്ട് കൈ കെട്ടി മിണ്ടാതെ മാറിയിരുന്നു എന്നുള്ളതാണ് അബ്ദുറഹ്മാൻ ഇവിടെ മന്ത്രിയായിരുന്ന സമയത്ത് കേരള സർക്കാർ ചെയ്തത്. അതും തീർന്നില്ല. സംസ്ഥാനത്തിന്റെ പേര് പണയപ്പെടുത്തി നടത്തുന്ന ഒരു പരിപാടി നടത്തുന്ന സ്പോൺസറുടെ പശ്ചാത്തലം പരിശോധിച്ചില്ല. ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്ന് പറഞ്ഞത് എല്ലാ കാര്യത്തിലും നടത്തേണ്ടത്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഏജൻസിയെ കൊണ്ട് തന്നെ ചെക്ക് ചെയ്യാതെ ഇതിന്റെ പിന്നിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ പശ്ചാത്തലം എന്താണ് എന്ന് കേരളത്തിൽ പത്രം വായിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് കൊടുക്കേണ്ടുന്ന പണം കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇവർക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു പരിശോധനയും നടത്തിയില്ല. ഇവരിങ്ങനെ പണം സംഘടിപ്പിച്ചു കൊണ്ടുവന്നാൽ ആ പണത്തിന്റെ സോഴ്സ് എവിടെയാണ്, അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള അന്വേഷണവും മെസ്സി ഇവിടെ വരും എന്ന കാര്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമുണ്ടോ എന്ന് തിരക്കുന്നില്ല. പകരം ആ സർക്കാരിന്റെ, അബ്ദുറഹ്മാന്റെ, പിണറായി വിജയന്റെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ എവിടെയായിരുന്നു? ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. ചട്ടങ്ങൾ മുഴുവനും റൂൾസ് ഓഫ് ബിസിനസ് ഉൾപ്പെടെ കാറ്റിൽ പറത്തിയിട്ടാണെങ്കിലും എങ്ങനെ നമുക്ക് ഈ സ്പോൺസറെ സഹായിക്കാം, എങ്ങനെ നമുക്ക് ഈ പണം കൈമാറ്റം ചെയ്യുന്നത് സ്മൂത്ത് ആക്കി കൊടുക്കാം, എങ്ങനെ സ്പോൺസർ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാം, എങ്ങനെ സ്പോൺസർക്ക് നഷ്ടമില്ലാതെ സ്റ്റേഡിയം കൈമാറാം, എന്നെ സംശയിക്കരുത്, എങ്ങനെ വിദേശത്തെ ഒരു അംബാസഡർക്ക് കത്തയച്ച് അദ്ദേഹത്തിനെ ഇടപെടുത്താം, ഇതിലൊക്കെയായിരുന്നു സർക്കാരിന്റെ ശ്രദ്ധ. അത് ശ്രീ അബ്ദുറഹ്മാന്റെയോ പിണറായി വിജയൻ സർക്കാരിന്റെയോ വീഴ്ചയല്ല, മറിച്ച് ബോധപൂർവമായിട്ട് ജനങ്ങളോടുള്ള വഞ്ചന. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് വെച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. നമ്മൾ ബേസിക് ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സർക്കാരിന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ജോലി എന്താണ് ശ്രീവിനു? ജനങ്ങളുടെ പണം സംരക്ഷിക്കുക, പൊതുമുതലിന്റെ ദുരുപയോഗം തടയുക, ചട്ടങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക,
ഒരാളിനോടും അമിതമായിട്ടുള്ള താല്പര്യം കാട്ടാതിരിക്കുക, എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഒരാൾക്കും വഴിവിട്ട് സഹായങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുക, അധികാരം ദുർവിനിയോഗം ചെയ്യാതിരിക്കുക, നികുതി പിരിവിൽ വീഴ്ച വരുത്താതിരിക്കുക, ഇതൊക്കെയാണ് ഏറ്റവും മിനിമം ചെയ്യേണ്ടത്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പറയാൻ കഴിയുന്നത് സംസ്ഥാനത്തിന്റെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഈ എണ്ണം ഇട്ട് പറഞ്ഞിരിക്കുന്ന 5-8 കാര്യങ്ങളിൽ ഒരെണ്ണമെങ്കിലും ഉറപ്പുവരുത്തുന്നതിന് പിണറായി വിജയനോ അബ്ദുറഹ്മാനോ കഴിഞ്ഞു. ആകെ ചളമായി ഇനിയിപ്പോ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ ഇവിടെ സ്പോൺസറിനെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ തുടങ്ങുകയാണ് ഈ അടിസ്ഥാനപരമായിട്ടുള്ള വീഴ്ച. ഒരു തരത്തിലുള്ള ടെൻഡർ ഇല്ലാതെ, കോമ്പറ്റേറ്റീവ് ബിഡിംഗ് ഇല്ലാതെ, ഒരു പൊതു ഇവന്റ്, അതും സർക്കാരിന്റെ പല ഫെസിലിറ്റിയും ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ഇവന്റ് ഒരു താല്പര്യമുള്ള, അതായത് അവർക്ക് താല്പര്യമുള്ള ഒരു സ്വകാര്യ കമ്പനിക്ക് നൽകുന്നു എന്ന് പറയുന്നത് റൂൾസ് ഓഫ് ബിസിനസിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. ഈ റൂൾസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഫ്രീ ടൈമിൽ വായിച്ചു നോക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ തടി മണ്ണോ മാത്രം പോരാ, മൂള വേണം. മൂള KFI-യുമായിട്ട് കരാർ ഉണ്ടാക്കുന്നു. ആ കരാറിൽ സർക്കാരിന് യാതൊരു വിധത്തിലുള്ള ഒരു ബാധ്യതയും അതിലില്ല. എന്നിട്ടും ഇവിടെ അബ്ദുറഹ്മാൻ കത്തയക്കുമ്പോൾ സർക്കാരിന്റെ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷനെ നിങ്ങൾ മൈൻഡ് ചെയ്തില്ല എന്ന് AFI-യോട് പറയുകയാണ്. ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട. അതായത് സർക്കാർ ഭാഗമല്ലാത്ത, സർക്കാർ പ്രതിനിധി ഒപ്പിട്ടിട്ടില്ലാത്ത ഒരു കരാറിൽ സർക്കാരിന് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ഉണ്ട് എന്നൊക്കെ പറയാനായിട്ട് ശ്രമിക്കുന്ന ഭൂലോക വങ്കത്തരം പറഞ്ഞിരിക്കുന്ന മന്ത്രിയാണ് അബ്ദുറഹ്മാൻ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഈ ടൂർ പ്രൊഡൻഡർ എന്ന് പറയുന്ന ഒരു കമ്പനി, അവർ വിദേശത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നേരിടുന്നുണ്ടോ, അവർക്കാണ് പണം കൊടുക്കുന്നത് എങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ കൊടുത്തിരിക്കുന്ന പണം കുറഞ്ഞുപോയി, അല്ലെങ്കിൽ കൃത്യസമയത്തിനുള്ളിൽ ആ പണം കിട്ടിയില്ല, അതുകൊണ്ട് എന്തോ $4 മില്യൺ മറ്റോ അതിൽ പെനാൽറ്റി കൊണ്ടുവരുന്നു എന്ന് AFI പറയുന്ന സമയത്ത് അവിടെയുള്ള അംബാസിഡറെ കോൺടാക്ട് മറന്നിട്ടൊന്നുമില്ല. അയ്യോ എന്ന് ഞാൻ ഓർക്കണില്ല, നീ ഓർക്കുകയല്ല. എങ്ങനെയെങ്കിലും സംസാരിച്ചിട്ട് ഇതൊന്ന് ഒഴിവാക്കി തരാൻ സംസ്ഥാന സർക്കാരിന്റെ താല്പര്യം എന്താ? സംസ്ഥാന സർക്കാരിൻ്റെതായിട്ടുള്ള ഒരു കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ അക്കാര്യത്തിലുണ്ടോ? അപ്പൊ ഇത് അലംഭാവമല്ല, മറിച്ച് ഈ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള റൈറ്റ്സ് കൊടുത്തിരിക്കുന്ന സ്പോൺസറിനെ വഴിവിട്ട് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സർക്കാർ സംവിധാനത്തിനെ മൊത്തത്തിൽ ദുരുപയോഗിച്ചു. നാട്ടിൽ ഇനി ഞാനില്ല, ഒരു രൂപ പോലും പോയിട്ടില്ല എന്ന് പറയുമ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ഒരു ക്ഷണമില്ലാതെ, ഒരു രേഖ കാണിക്കാനില്ലാതെ, പ്രത്യേകമായിട്ടുള്ള ഒരു ലക്ഷ്യമില്ലാതെ പൊതുഖജനാവിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിയും കൂട്ടാളികളും വിദേശ യാത്ര നടത്തി. നാശത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. സാമ്പത്തിക ദുർവിനിയോഗത്തിന്റെ പരിധിയിൽ അത് വന്നു. ഇവിടെ GCDAക്ക് കിട്ടേണ്ടുന്ന ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളുണ്ടായിരുന്നു, അതിനെല്ലാം ഒഴിവാക്കി കൊടുത്തു. ഒരു സ്വകാര്യ സ്ഥാപനമായിട്ടുള്ള സ്പോൺസർ, ഒരു വിദേശ സ്ഥാപനമായിട്ടുള്ള AFI, ഇവർ തമ്മിലുള്ള ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള തർക്കത്തിൽ ലോബിയിങ്ങിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് പബ്ലിക് ട്രസ്റ്റ് ഡോക്ട്രീൻ എന്ന് പറയുന്നതിന്റെ തന്നെ ലംഘനമല്ല. GST അടച്ചിട്ടില്ല എന്ന് ഉറപ്പായിരുന്നിട്ടും അത് കണ്ടെത്തിയിട്ടും അത് അടപ്പിക്കാൻ ശ്രമിച്ചില്ല എന്ന് പറഞ്ഞാലോ? അപ്പോഴും വഴിവിട്ട് അധികാര ദുർവിനിയോഗം നടത്തി ഫേവററ്റിസം കാണിച്ചു. നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.